ജീവിക്കുന്നത് വളരെ തുച്ഛം കാലമല്ലേ. 15 കൊല്ലക്കാലം നമ്മൾ ജീവിച്ചത് ചെറിയ കുട്ടിയായിട്ടാണ്. കുട്ടിയുടെ ഹുക്കുമാറ് നമുക്കുള്ളത്, ഒരു മനുഷ്യന്റെ വിധി നമുക്കില്ല. അതേ സമയത്ത് 15 വയസ്സിന് ശേഷം എത്ര കൊല്ലമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്? 65 വയസ്സാണ് ഭൂരിപക്ഷവും ജീവിക്കുന്നത്. 65 അല്ലെങ്കിൽ 75 80 വരെ ജീവിക്കുന്നവര് കുറവല്ലേ. എങ്കിലെന്റെ പ്രിയപ്പെട്ട മുമ്പിരികള്, ഈ ദുന്യവിയായ ലോകത്തിൽ നിന്ന് മരിച്ചെന്ന് പിരിഞ്ഞു പോയാൽ നാളെ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മുടെ ജീവിതത്തിനങ്ങ് തുടക്കം കുറിച്ചാൽ ആ ആഖിറത്തിലെ ജീവിതത്തിൽ പിന്നെ അറ്റമില്ലല്ലോ. ദുന്യവിയായ ലോകത്തെ ജീവിതം, ഈ ജീവിതത്തിന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് റൂഹ് പിടിച്ചാൽ അത് അവസാനിക്കുന്നു. പക്ഷേ ആഖിറത്തിലെ ജീവിതം അങ്ങ് തുടങ്ങിയാൽ ആ ജീവിതത്തിന് പിന്നെ അവസാനം കാണുന്നില്ല. അവസാനമില്ലാത്ത ജീവിതമാണ്. അവിടെ പ്രായം ഒരുപാടായിട്ടുണ്ട്. 100 വയസ്സായി, 200 വയസ്സായി, ഇനി ഞാൻ മരിക്കും, അങ്ങനെ ഒരു തീരുമാനമില്ല. അവിടെ വയസ്സിന്റെ കണക്കില്ല. എല്ലാ ആളുകളും അറ്റമില്ലാത്ത ജീവിതമാണ്. അതാണ് യഥാർത്ഥ ലോകം. ഈ ലോകമെന്ന് പറയുന്നത് അവിടത്തേക്കുള്ള കൃഷിഭൂമി മാത്രമാണ്. അവിടെ ചെന്നുകൊണ്ട് നമുക്ക് മാളിക പുലർന്നിക്കണമെങ്കിൽ, അവിടെ ചെന്നുകൊണ്ട് വളരെ വലിയ സൗകര്യങ്ങളോടുകൂടെ സന്തോഷത്തോടുകൂടെ അവിടുത്തെ ആഡംബരങ്ങളോടുകൂടെ ജീവിക്കണമെങ്കിൽ ഈ ദുന്യവിയായ ലോകത്ത് വെച്ചുകൊണ്ട് സമ്പാദിക്കണം. ആഖിറത്തിലേക്ക് സമ്പാദിക്കണം. അവിടത്തേക്ക് സമ്പാദിച്ചെങ്കിലേ അവിടെ ചെല്ലുമ്പോ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ആളുകളാണ് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത്? വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകള് അവര് വിദേശത്ത് ചെല്ലുമ്പോ അവരെ വിദേശത്ത് ചെന്ന് ജോലിക്ക് വേണ്ടി ചെന്നാൽ 2, 3, 4 കൊല്ലം സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും കുട്ടികളെയും കാണാതെ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരവിടെ കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്യുന്നത് അവർക്കിപ്പം സമ്പാദിക്കാനാണ്. എന്തിനാണ് സമ്പാദിക്കുന്നത്? നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ പ്രായമുള്ള ഉമ്മയും ഉപ്പയും അവിടെയുണ്ട്. ആ ഉമ്മയും ഉപ്പയുമുള്ള ആ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോ പിരിഞ്ഞു ചാടാറായി ഉയരാറായി നിൽക്കുന്ന ചെറിയ ഒരു വീടാണുള്ളത്. ആ വീടൊന്ന് നന്നാക്കിയിട്ട് നല്ല ഒരു വീട് നിർമ്മിച്ച് ആ വീട്ടിലെന്റെ ഉപ്പയെയും ഉപ്പയെയും ഒന്ന് വാർപ്പിക്കണം. എന്റെ ഭാര്യയെയും കുട്ടിയെയും ഒന്നിച്ച് നല്ല സന്തോഷ ജീവിതം നയിക്കണം. അതിനുവേണ്ടി വർഷങ്ങളോളം വിദേശങ്ങളിൽ പോയി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരില്ലേ? അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് 2 ചെറുപ്പക്കാർ, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജീവിക്കുന്ന 2 ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരുടെ കുടുംബം വളരെയധികം പ്രയാസത്തിലാണ്. 2 ആളുടെയും വീടരാ വളരെയധികം ദവിച്ചുകൊണ്ട് പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന വീടാണ്. പ്രായമുള്ള ഉമ്മയും ഉപ്പയുമാണ് 2 കുട്ടികൾക്കുമുള്ളത്. നാട്ടിലുള്ള സമ്പന്നരായ ആളുകൾക്ക് ഒരുമിച്ച് കൂടിയിട്ടൊരു തീരുമാനമെടുത്തു. ഈ 2 ചെറുപ്പക്കാർ നല്ല യുവത്വമുള്ള കുട്ടികളാണല്ലോ. ആ കുട്ടികളെ നമ്മൾ അങ്ങ് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് നമ്മളൊന്ന് കാശ് സമാഹരിച്ചുകൊണ്ടെന്ന് പറഞ്ഞയച്ചാലും അവരവിടെ ചെന്ന് ജോലി ചെയ്താൽ ഈ കുടുംബമെന്ന് രക്ഷപ്പെടുമെന്ന് കരുതി ഈ 2 ചെറുപ്പക്കാരെയും വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പറഞ്ഞയക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് 2 ചെറുപ്പക്കാർ ഒന്നിച്ച് യാത്ര പോവുകയാണ്. അവര് വിദേശത്ത് ചെന്നു. 2 പേർക്കും ഒരുപോലെ ശമ്പളമുള്ള നല്ല ജോലി കിട്ടി. അങ്ങനെ 2 പേരും ഒരു 2 ആഴ്ചയോളം ഒരുപോലെ ജോലി ചെയ്തു. അതിൽ നിന്ന് ഒരാള് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഈ ജോലിയൊന്നും എന്നെ കൊണ്ടെടുക്കാൻ കഴിയൂല, വല്ലാത്ത പ്രയാസമാണ്, ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കണം 12 മണിക്കൂർ, അതിന്റെ അടിയിൽ നിൽക്കാൻ ഒരു സമയം, ഭക്ഷണം കഴിക്കാൻ ഒരു അല്പസമയം കിട്ടിയെങ്കിലുണ്ട്, ബാക്കി 12 മണിക്കൂർ ഇങ്ങനെ നിൽക്കണം, എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരന് ആ ജോലി ഒഴിവാക്കി അവൻ പുറത്തിറങ്ങി. എന്നിട്ട് അവനങ്ങനെ നടക്കാൻ തുടങ്ങി. കയ്യിലുള്ള കാശ് മുഴുവനും ദൂർത്തടിച്ച് അവന്റെ കൂട്ടുകാരുടെ ഒപ്പം ജോലി എടുത്ത് നടന്നു. ഈ സമയത്ത് അവന്റെ മറ്റേതെങ്കിലും കൂട്ടുകാരുടെ ജോലി ഒഴിവുള്ള സമയമാണ്. അപ്പൊ അവരുടെ കൂടെ കൂടി
പിന്നെ അടുത്ത സമയത്ത് മറ്റു കൂട്ടുകാരുണ്ട്, അവർക്ക് ജോലിയുള്ള സമയമാണ്. അപ്പൊ അവരെ കൂടെയും കൂടി അങ്ങനെ അവനങ്ങനെ നടന്നു. അവനൊരു സമ്പാദ്യവുമില്ല, അവന്റെ കയ്യിൽ സമ്പാദ്യമില്ലാതെ അവനങ്ങനെ തുലഞ്ഞു നടക്കുകയാണ്. അവന് തോന്നിയതുപോലെ അവനങ്ങനെ നടക്കുന്നു. അവന്റെ കയ്യിൽ ഒന്നുമില്ല. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്താ കാരണം? വീട്ടിൽ നിന്ന് ഒറ്റ വിളിക്കുന്നത് ഒരൽപ്പം കാശായിപ്പോ എന്ന് പറയാനാണ്. അവന്റെ കയ്യിലൊന്നുമില്ലല്ലോ, അവനങ്ങനെ ജോലിയടിച്ച് നടക്കുകയല്ലോ. അവൻ വീട്ടിലേക്ക് വിളിക്കുന്നില്ല, ഉമ്മയുടെ വിവരം അറിയുന്നില്ല. അതേ സമയത്ത് അവന്റെ കൂടെ ജോലി തുടങ്ങിയ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനത് നല്ല രൂപത്തിൽ അവിടെ ജോലി ചെയ്യുന്നു. അവന് 12 മണിക്കൂറാണ് ജോലിയുള്ളത്. അവനത് ആ 12 മണിക്കൂർ കൃത്യമാക്കുന്നതിന് പകരം ഒരല്പനേരം കൂടെ ജോലി ചെയ്ത് അവിടെ